വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക, ഇതുപോലെ പ്രിൻസസ് കട്ടിന്റെ യോക്കൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഒരു ജോർജറ്റിന്റെ ഫാബ്രിക് ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഷെയ്ഡ് ആണ് കേട്ടോ. അപ്പം എ ലൈൻ പാറ്റേൺ ആണ്. ഇതിന്റെ നെക്കൊക്കെ കണ്ടോ, നല്ല നല്ല ഷേപ്പ് തോന്നും നമുക്ക്. ഈ ഒരു പ്രിൻസസ് കട്ട് നമ്മൾ ആക്ച്വലി ബ്ലൗസസിനൊക്കെ അല്ലേ കൊടുക്കുന്നത്, അതുപോലെ കുർത്തി, ഇതുപോലെ പാനൽ കട്ടൊക്കെ. അപ്പം ഇത് ആ ഒരു നല്ല ഷേപ്പ് തോന്നിയിട്ട് ഇതുപോലെ പ്ലിറ്റ്സ് എല്ലാം കൊടുത്ത് ഒരു വി കട്ടിങ് കൊടുത്ത് അതിന്റെ ഉള്ളിലേക്ക് ഒരു ലൂപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പാറ്റേൺ ആണ്, നല്ല അടിപൊളി ഷെയ്ഡ്. ഇത് ഒരു ഷൈനിങ് വരുന്ന ഒരു ഷിമ്മർ ലൈക്ക് അങ്ങനത്തെ ഒരു ജോർജറ്റ് ആണ് കേട്ടോ. നോർമൽ ജോർജറ്റ് അല്ല, കുറച്ച് ആ മെറ്റീരിയലിൽ തന്നെ ഒരു ഷൈനിങ് വരുന്നുണ്ട്. ഒരു ഷിമ്മർ ജോർജറ്റ് എന്നൊക്കെ പറയില്ല, ആ ഒരു ഫാബ്രിക് ആണ്. അതിനകത്തോട്ട് ഓൾ ഓവർ ആ ഒരു ഫാബ്രിക്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സീക്വൻസും ഒരു ത്രെഡ് വർക്ക്, ഒരു എംബ്രോയിഡറി, ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ പ്രിൻസസ് കട്ടിന്റെ യോക്ക് വെച്ചിട്ട് ഇതേപോലെ ഒരു ഷേപ്പിൽ കൊടുത്തിട്ട് ഒരു ലൂപ്പ് എല്ലാം വെച്ച് ഒരു വി കട്ടിങ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എ ലൈൻ പാറ്റേണിലോട്ടാണ് ചെയ്തേക്കുന്നത്. 48-49 ലെങ്ത് ഉണ്ട്. ഇതൊരു നല്ലൊരു റെയർ ഷെയ്ഡാണ്, ഒരു ടീൽ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അങ്ങനെ 3 കളേഴ്സിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഈ ഒരു കളറാണ്. പിന്നെ ഇതുപോലെ ഒരു ലൈറ്റ് ബേബി പിങ്ക് കളറിലോട്ടാണ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ ഡാർക്ക് ഒരു പിങ്ക്. ഈ രണ്ട് പിങ്കിന്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ കണ്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മൾ മുമ്പ് ഈ ഒരു ഫാബ്രിക് ഒരു ഓണിയൻ ഷെയ്ഡിലേക്ക് ചെയ്തായിരുന്നു. ഒത്തിരി പേര് എൻക്വയറി ചെയ്തിട്ട് ഞാനിപ്പം പ്രീ സ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ്. ഇതിന്റെ കളേഴ്സ് 3 കളേഴ്സ്. ഞാൻ ഇതിന്റെ വർക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതുപോലെയാണ് ആ മെറ്റീരിയലിന്റെ വർക്ക് കണ്ടോ. ഇതുപോലെ ഒരു ത്രെഡും ഒരു സീക്വൻസും വർക്കും എല്ലാമായിട്ട് അതിനകത്ത് ഒരു മെഷീൻ എംബ്രോയിഡറി ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിലോട്ട് ഇതേപോലെ കണ്ടോ, ഇതാണ് അതിന്റെ വർക്ക് വരുന്നത്. അതുകൊണ്ട് ആ ഫാബ്രിക് തന്നെ നല്ലൊരു ഭംഗിയാണ്. അങ്ങനെ നമ്മൾ ഇത് 3 കളേഴ്സിൽ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. അപ്പൊ ബാക്ക് സൈഡ് ഇതേപോലെ. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഈ ഒരു റേറ്റ് ഇട്ടേക്കുന്നത് 2350 പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഈ ഒരു ഫുള്ളി ഡിസൈൻ വരുന്ന ഈ ഫാബ്രിക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ ലെങ്ത് 48 ആണ് വരുന്നത്. ഞാനിപ്പോ ഈ കളേഴ്സും കൂടെ വേറെ ഇത് കാണിച്ചിടാം. ഈ കളർ ഇതുപോലെ ഒരു നല്ലൊരു റെയർ ഷെയ്ഡ് ആണ് കേട്ടോ. ബാക്ക് സൈഡ് ഇതേപോലെ പ്ലെയിൻ വരുന്നു. അങ്ങനെ 3 കളേഴ്സ് ആണ്. അപ്പൊ ഞാൻ ഓരോ കളേഴ്സും വേറെ ചെയ്ത് ഇതേപോലെ നല്ല അടിപൊളി കളറാണ് കേട്ടോ. എല്ലാം നല്ല, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ഷേപ്പ് കൊടുക്കുമ്പോൾ തന്നെ എന്താ പറയാ, നമുക്ക് നല്ലൊരു യോക്കൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. കറക്റ്റ് ഷേപ്പിലോട്ട് ഇതേപോലെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. നല്ലൊരു റെയർ ഷെയ്ഡാണ്. എന്ന് വെച്ചാൽ ഇത് പിങ്കും അല്ല പീച്ചും അല്ല, ലൈറ്റ് ഒരു ഷെയ്ഡാണ്. പീച്ചിന്റെ തന്നെ ലൈറ്റ് ഒരു ഷെയ്ഡ്, അതുപോലത്തെ ഒരു കളറാണ് കേട്ടോ. അപ്പൊ അത് ഈ ഒരു പാറ്റേൺ 49 ലെങ്ത് ഉണ്ട്. ഫുള്ളി വർക്ക് വരുന്നതുകൊണ്ട് തന്നെ അതൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്ത ഷെയ്ഡ് ഇതാണ്. ഇത് ഒരു ലൈറ്റ് പിങ്കിന്റെ ഒരു ബേബി പിങ്ക് കളറാണ് കേട്ടോ. അത് നല്ല, നമ്മളിപ്പോ പേസ്റ്റൽ ഷെയ്ഡ്സ് നമുക്ക് നല്ല മാച്ച് ആയിട്ട് എല്ലാവർക്കും മാച്ച് ആവാൻ തോന്നും വിചാരിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലതായിട്ട് മാച്ച് ആവും കേട്ടോ. അപ്പൊ ഇത് അടിപൊളി കളറാണ്. അങ്ങനെ 3 കളേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളു നമുക്ക് ഓരോ കളേഴ്സിലും. അപ്പം ഈ ഒരു കളറ്, പിന്നെ ഇത് റെയർ ഷെയ്ഡ്സ് ആണ് ഇതെല്ലാം. നമ്മൾ കാര്യം പിങ്ക് കണ്ടിട്ടുണ്ടെങ്കിലും പിങ്കിന്റെ തന്നെ ലൈറ്റും ആ ഒരു ഇത്രയും പീച്ച് പിങ്ക് മിക്സ് ആയിട്ടുള്ള ഇങ്ങനെ 3 കളേഴ്സിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മളൊരു 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്